തമ്മിലുള്ള ബന്ധം ശക്തമാക്കി ഇന്ത്യ. അഫ്ഗാനിസ്ഥാനുമായുള്ള വ്യോമചരക്ക് സർവീസുകൾ പുനരാരംഭിക്കാൻ ഒരുങ്ങുകയാണ്. ഇത് ഇരുപക്ഷവും തമ്മിലുള്ള പുതുക്കിയ ബന്ധത്തിലെ ഒരു സുപ്രധാന ചുവടുവെപ്പാണ്. വെള്ളിയാഴ്ച അഫ്ഗാനിസ്ഥാന്റെ താലിബാൻ വ്യാപാര മന്ത്രി അൽഹാജ് നൂറുദ്ദീൻ അസീസിയുടെ ന്യൂഡൽഹി സന്ദർശന വേളയിലാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. കാബൂൾ, ദില്ലി, കാബൂൾ, അമൃത്സർ റൂട്ടുകളിലെ വ്യോമചരക്ക് ഇടനാഴി വീണ്ടും സജീവമാക്കിയതായി ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥനായ ആനന്ദ് പ്രകാശ് സ്ഥിരീകരിച്ചു. കാബൂൾ, ദില്ലി സെക്ടറിലും കാബൂൾ, അമൃത്സർ റൂട്ടുകളിലും വ്യോമചരക്ക് ഇടനാഴി സജീവമാക്കിയിട്ടുണ്ടെന്നും ഇത് മേഖലകളിലെ ചരക്ക് വിമാനങ്ങൾ വളരെ വേഗം പുനരാരംഭിക്കുമെന്നും അറിയിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. സമീപ വർഷങ്ങളിൽ നിലച്ചുപോയ നേരിട്ടുള്ള വ്യാപാര ബന്ധത്തിന്റെ പുനർജീവനത്തെയാണ് ഈ നീക്കം സൂചിപ്പിക്കുന്നത്. ഈ ഇടനാഴികൾ വീണ്ടും സജീവമാക്കുന്നത് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ചരക്കുകളുടെ സുഗമമായ നീക്കത്തിന് വഴിയൊരുക്കുമെന്നും വാണിജ്യ ബന്ധങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു. താലിബാൻ നേതാവിന്റെ 5 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിന്റെ ഭാഗമായി താലിബാൻ മന്ത്രി അസീസി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായി രാജ്യതലസ്ഥാനത്ത് കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമാണ് പ്രഖ്യാപനം വന്നത്. കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാരം, കണക്ടിവിറ്റി, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച നടത്തി. സാമ്പത്തിക സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് വികസന സംരംഭങ്ങൾ സുഗമമാക്കുന്നതിനുമുള്ള വഴികൾ രണ്ടു മന്ത്രിമാരും പര്യവേഷണം ചെയ്തതായും അഫ്ഗാൻ ജനതയുടെ ക്ഷേമത്തിനും വികസനത്തിനും ഇന്ത്യയുടെ തുടർച്ചയായ പിന്തുണ ആവർത്തിച്ചതായും വിദേശകാര്യമന്ത്രി എക്സിലെ ഒരു പോസ്റ്റിൽ പറഞ്ഞു. ബുധനാഴ്ച അഫ്ഗാൻ മന്ത്രി ഔദ്യോഗിക സന്ദർശനത്തിലായി ഇന്ത്യയിലെത്തിയത്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി വ്യാപാര നിക്ഷേപ ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് അദ്ദേഹം ഇന്ത്യയിൽ എത്തിയതെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2021 ഓഗസ്റ്റിൽ കാബൂൾ ഏറ്റെടുത്തതിനു ശേഷം താലിബാൻ സർക്കാർ ഇന്ത്യയിലേക്കുള്ള ഏറ്റവും ഉയർന്ന തല സന്ദർശനങ്ങളിൽ ഒന്നാണിത്. അഫ്ഗാനിസ്ഥാന്റെ വിദേശകാര്യമന്ത്രി മൗലവി അമീർ ഖാൻ മുത്തഖി 2025 ഒക്ടോബറിൽ 6 ദിവസത്തെ ഇന്ത്യ സന്ദർശനം നടത്തിയിരുന്നു. 2021 ഏറ്റെടുക്കലിനു ശേഷവും ന്യൂഡൽഹിയും താലിബാൻ ഭരണകൂടവും തമ്മിലുള്ള ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഇടപെടലായിരുന്നു അത്. അതേസമയം 2001 മുതൽ അഫ്ഗാനിസ്ഥാനുമായുള്ള ഇന്ത്യയുടെ വികസന പങ്കാളിത്തത്തിന് പ്രാധാന്യം വർദ്ധിച്ചു വരികയാണ്. കാരണം ഇന്ത്യ ഇന്ന് അഫ്ഗാനിസ്ഥാന് വികസന സഹായം നൽകുന്ന 5ാമത്തെ വലിയ രാജ്യമാണ്. ഇന്ത്യ ഏകദേശം 650 മുതൽ 750 മില്യൺ ഡോളർ മൂല്യമുള്ള മാനുഷികവും സാമ്പത്തികവുമായ സഹായം നൽകിയിട്ടുണ്ട്. ഇത് അഫ്ഗാനിസ്ഥാന് സഹായം നൽകുന്ന ഏറ്റവും വലിയ പ്രാദേശിക ദാതാവായി മാറി. വ്യോമ ബന്ധങ്ങൾ, പവർ പ്ലാന്റുകൾ തുടങ്ങിയ പുനർനിർമ്മാണം, ആരോഗ്യ, വിദ്യാഭ്യാസ മേഖലകളിൽ നിക്ഷേപം നടത്തുക, അഫ്ഗാൻ സിവിൽ സർവീസുകാർ, നയതന്ത്രജ്ഞർ, പോലീസ് എന്നിവരെ പരിശീലിപ്പിക്കാൻ സഹായിക്കുക എന്നിവയിലേക്ക് ഇന്ത്യയുടെ പിന്തുണയും സഹകരണവും വ്യാപിക്കുന്നു. 2011 ഒക്ടോബറിൽ ഇന്ത്യയും അഫ്ഗാനിസ്ഥാനും ഒരു തന്ത്രപരമായ പങ്കാളിത്ത കരാറിൽ ഒപ്പുവെച്ചു. ഇത് അവരുടെ ബന്ധങ്ങളെ ശക്തിപ്പെടുത്തി അഫ്ഗാനിസ്ഥാന്റെ അടിസ്ഥാന സൗകര്യങ്ങളും സ്ഥാപനങ്ങളും പുനർനിർമ്മിക്കുന്നതിനുള്ള സഹായം, വിവിധ മേഖലകളിൽ തദ്ദേശ അഫ്ഗാൻ ശേഷി പുനർനിർമ്മിക്കുന്നതിനുള്ള വിദ്യാഭ്യാസ സാങ്കേതിക സഹായം എന്നിവ നൽകുന്നു. അഫ്ഗാനിസ്ഥാന്റെ പ്രകൃതി വിഭവങ്ങളിൽ നിക്ഷേപം പ്രോത്സാഹിപ്പിക്കുക, അഫ്ഗാൻ നേതൃത്വത്തിലുള്ളതും അഫ്ഗാൻ ഉടമസ്ഥതയിലുള്ളതും വിശാലവും സമഗ്രവുമായ സമാധാനത്തിന്റെയും അനുരഞ്ജനത്തിന്റെയും പ്രക്രിയയെ പിന്തുണയ്ക്കുന്നതിനായി അഫ്ഗാനിസ്ഥാന്റെ കയറ്റുമതിക്കായി ഇന്ത്യൻ വിപണിയിലേക്ക് ഡ്യൂട്ടി ഫ്രീ പ്രവേശനം നൽകൽ, കൂടാതെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ അഫ്ഗാനിസ്ഥാനോട് സുസ്ഥിരവും ദീർഘവുമായ പ്രതിബദ്ധത ഉണ്ടായിരിക്കേണ്ടതിന്റെ ആവശ്യകതയും വാദിക്കുന്നുണ്ട്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.